സംസ്ഥാനത്തെ പബ്ലിക് സർവീസ് കമ്മീഷൻ അതിൻ്റെ ചെയർമാനും അംഗങ്ങൾക്കും 1,00,000 രൂപയുടെ ശമ്പള വർധനവ് എന്ന് പറഞ്ഞാൽ ചെയർമാന് കിട്ടുന്നത് ഏതാണ്ട് 3.5-4 ലക്ഷം രൂപ, അംഗങ്ങൾക്ക് ഓരോരുത്തർക്കും 3.5 ലക്ഷത്തോളം രൂപ കിട്ടുന്നു. ഒരു വശത്ത് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുന്നു, മറുവശത്ത് ആ തീരുമാനം എടുത്ത സെക്രട്ടേറിയറ്റ് മുമ്പിൽ ആശാ വർക്കർ തങ്ങളുടെ വരുമാനം ഒന്ന് വർദ്ധിപ്പിക്കണേ എന്ന് പറഞ്ഞിട്ട് 10-12 ദിവസമായിട്ട് സമരം ചെയ്യുന്നു. അപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാനുള്ള DA കുടിശ്ശിക, പെൻഷൻ കുടിശ്ശിക ഇതൊക്കെ അവിടെ നിന്നോട്ടെ, ഇവർക്ക് എത്ര വേണമെങ്കിലും പൈസ കൂട്ടിക്കൊടുക്കാം. എത്ര വിരോധാഭാസമാണ് നടക്കുന്നത്. അല്ല, ഈ സർക്കാരിൻ്റെ സ്വഭാവം നമ്മളൊന്ന് പരിശോധിച്ചാൽ ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ എന്നാണ് പിണറായി വിജയൻ നേരം വെളുത്ത വൈകുന്നേരം വരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സർക്കാരിൻ്റെ സ്വഭാവം എന്താണ് എന്ന് നമ്മൾ പരിശോധിച്ചാൽ ഇത് ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ അല്ല, ഇടതുപക്ഷ സർക്കാരല്ല, ജനാധിപത്യ സർക്കാരല്ല, ഇത് സമ്പൂർണ്ണമായി തീവ്ര വലതുപക്ഷ സർക്കാരാണ്. തീവ്ര വലതുപക്ഷത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രമാണ് ഈ സർക്കാർ നിരന്തരമായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആശാ വർക്കർ അവരുടെ ശമ്പള കുടിശ്ശിക പോലും ഉണ്ടായിരുന്നു. ആ ശമ്പള കുടിശ്ശിക 2 മാസത്തെ കൊടുക്കാം എന്നാണ് ഇപ്പോൾ സമരം ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നൊരു കാര്യം. എത്ര രൂപയാണ് അവർക്ക് കൊടുക്കുന്നത്? 7,000 രൂപയാണ് പ്രതിമാസം അവർക്ക് ശമ്പളമായിട്ട് കൊടുക്കുന്നത്. 5,000 രൂപ കേരള സർക്കാരും 2,000 രൂപ കേന്ദ്ര സർക്കാരുമാണ് കൊടുക്കുന്നത്. ഈ 2 സർക്കാരുകളും വാദിച്ച് ഇവർക്ക് കാശ് കൊടുക്കാതിരിക്കുമ്പോഴാണ് ഇവർക്ക് കിട്ടേണ്ട ശമ്പളം പോലും കിട്ടാതെ ഇവർ വളരെ വലിയ പരിതാവസ്ഥയിലായിത്തീരും. അങ്ങനെ ഇരിക്കുന്നവർ സമരം ചെയ്യുന്ന സമയത്താണ് അത് രാഷ്ട്രീയമായിട്ട് ഇളക്കി വിട്ടതാണ് എന്ന് ധനമന്ത്രി പ്രഖ്യാപിക്കുന്നത്. ഇതാ പിറ്റേ ദിവസം നമ്മൾ പത്രത്തിൽ ഞെട്ടിക്കുന്ന വാർത്ത കേൾക്കുന്നു. PSC ചെയർമാൻ, ഇപ്പോൾ എനിക്കൊന്ന് ഡോക്ടർ ബിജു ആണ് അതിൻ്റെ ചെയർമാൻ എന്നാണ് എനിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ ഏതാണ്ട് 1.5 ലക്ഷത്തോളം രൂപ കൂടുതൽ കിട്ടുന്ന തരത്തിലേക്ക് ശമ്പള വർധന ഉണ്ടാക്കുന്നു. 4 ലക്ഷം രൂപ. ആരാണ് PSC ചെയർമാൻ? എന്താണ് ഇവൻ്റെ ക്വാളിഫിക്കേഷൻ? എന്താണ് ഇവനവിടെ ഇരുന്ന് ചെയ്യുന്നത്? ഇവനവിടെ ഇരുന്ന് പ്രധാനമായിട്ടും ചെയ്യുന്നത് വലിയ വലിയ പോസ്റ്റുകളിലേക്ക് ആളുകളെ നിയമിക്കുന്ന സമയത്ത് കോടിക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ട് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കൈക്കൂലി വാങ്ങുന്നതായിട്ടുള്ള ഇത്തരം പ്രമാണിമാർക്ക് ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കുകയും അങ്ങനെ ഖജനാവ് കാലിയാക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ വലിയ തോതിൽ സാമ്പത്തിക വിവേചനം സൃഷ്ടിക്കുന്ന സർക്കാരായി മാറുകയാണ് ചെയ്യുന്നത്. പരമദരിദ്രരായിട്ടുള്ള മനുഷ്യർക്ക് മാസം 7,000 രൂപ പോലും കൊടുക്കാനായിട്ട് സർക്കാർ തയ്യാറാകാതിരിക്കുന്ന സമയത്താണ് വേറെ ഒരു വിഭാഗത്തിൽപ്പെട്ട ഏറ്റവും സമ്പന്നരായിട്ടുള്ള വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ശമ്പളം എന്ന് പറയുന്നത് 4 ലക്ഷത്തിലധികമായിട്ട് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 4 ലക്ഷം രൂപ ശമ്പളം കൊടുക്കുന്നത് PSC മെമ്പർക്കാണ്. PSC മെമ്പർ തീരുമാനിക്കുന്ന ആരാണ്? സർക്കാരാണ്. അത് രാഷ്ട്രീയ തീരുമാനമാണ്. ക്വാളിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച തോതിൽ സാമൂഹ്യ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും അതേപോലെ തന്നെ മറ്റുള്ള പ്രവർത്തനങ്ങളും നടത്തുന്നതായിട്ടുള്ള വ്യക്തികളെയൊന്നുമല്ല ഇവർ ഇക്കാര്യത്തിൽ തിരഞ്ഞെടുക്കുന്നത്. ഇവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ കാണിക്കുന്ന മൂട് താങ്ങികളായിട്ടുള്ള മനുഷ്യരെ കൊണ്ടുവന്നാണ് PSCയുടെ ചെയർമാൻ സ്ഥാനത്തും അതുപോലെ PSCയുടെ അംഗങ്ങളുമായിട്ട് നിയമിക്കുന്നത്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത അത്രമാത്രം PSC അംഗങ്ങളാണ് കേരളത്തിലുള്ള 21 പേര്. ഏറ്റവും കുറവ് ആളുകൾ ഉള്ള ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനത്ത് അവർ 21 PSC മെമ്പർമാർക്ക് കാശ് സാധാരണ ജനങ്ങളുടെ കയ്യിൽ നിന്ന് വരുന്നതായിട്ടുള്ള പണം കൈയിട്ട് വാരി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് പിണറായി സർക്കാർ എന്ന് പറയുന്ന ഒരു സർക്കാരാണ് ഇതെല്ലാം ചെയ്യുന്നത്. പിണറായി വിജയൻ എന്ന് പറയുന്നത് വളരെ ദരിദ്രമായ കുടുംബത്തിൽ നിന്ന് വളർന്നു വന്നവളാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ചെത്തുകാരനായിരുന്നു. കേരളത്തിലെ ചെത്തു തൊഴിലാളികൾ വളരെ കഷ്ടപ്പെട്ടും ദുരിതമനുഭവിച്ചും ജീവിക്കുകയും നിരന്തരമായിട്ടുള്ള പോരാട്ടമൊക്കെ നടത്തി ഈ സമൂഹത്തിന് മാറ്റമൊക്കെ കൊണ്ടുവന്ന വളരെ കൃത്യമായിട്ടുള്ള വർഗ്ഗബോധമുള്ള സമൂഹം ആണ്. ആ സമൂഹത്തിൽ നിന്ന് വന്ന ഒരാളാണ് പിണറായി വിജയൻ. പക്ഷേ പിണറായി വിജയന് ഒരു നാണവും ഉളുപ്പുമില്ല ഇങ്ങനെ ശമ്പളം വർദ്ധിപ്പിച്ച് ഇവർക്ക് കൊടുക്കാനും അതേ സമയത്ത് ദരിദ്രരായ നിശബ്ദമാക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള സമൂഹത്തിന് 7,000 രൂപയിൽ നിന്ന് ഒരു 1,000 രൂപ കൂട്ടിക്കൊടുക്കാൻ പോലും തയ്യാറല്ലാത്തതായിട്ടുള്ള സർക്കാർ. ദുരന്തമാണ് ശരിക്കും. സംസ്ഥാന സർക്കാരിൻ്റെ ഇപ്പോൾ ഒരു കണക്ക് വന്നിരിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ജീവനക്കാരുടെ 18% DA കുടിശ്ശികയാണ്. അതുപോലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് 4 ഗഡു കൊടുക്കാനുണ്ട്. ജീവനക്കാരുടെ ലീവ് സറണ്ടർ ആനുകൂല്യങ്ങളും കഴിഞ്ഞ 5 വർഷമായിട്ട് നൽകിയിട്ടില്ല. ഇങ്ങനെ ഇതെല്ലാം കുടിശ്ശികയായിട്ടിരിക്കുന്നു. ഇവരെല്ലാം തന്നെ PSC പരീക്ഷ എഴുതി ഇൻ്റർവ്യൂവും പാസ്സായി അങ്ങനെ ജോലിക്കായി എത്തുന്ന ആൾക്കാരാണ്. എല്ലാവരും നല്ലതാണെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ PSCയുടെ ചെയർമാൻ അടക്കം അംഗങ്ങളടക്കം എന്താണ് അവരുടെ ക്വാളിഫിക്കേഷൻ? യാതൊരു ക്വാളിഫിക്കേഷൻ വേണ്ട. അതിന് ഇതൊരു നിഷ്കർഷയില്ല. ഇതേ ആളുകൾക്ക് ഡ്രൈവർ ഉണ്ടാകും, ഒരു വാഹനം ഉണ്ടാകും, പിന്നെ ചെയർമാൻ ആണെങ്കിൽ കാറും വീടും ഉണ്ടാകും, കൂടാതെ ഒരു ഡെഫേദാർ ഉണ്ടാകും, PA ഉണ്ടാകും. അപ്പോൾ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ വാരി കോരി കൊടുത്ത് ഒരു വശത്ത് വലിയ ആഡംബരം കാണിക്കുന്നു. ഈ ആഡംബരം
എല്ലാവരും കാണിക്കുന്നത് എന്താണ്? രാഷ്ട്രീയ പ്രതിനിധികളായിട്ട് കുറച്ച് പേരെ ചില സ്ഥലങ്ങളിൽ തിരികെ കയറ്റാൻ വേണ്ടിയിട്ട്. ശരിക്കും സംസ്ഥാന സർക്കാർ വലിയ കടക്കടിയിലാകുന്നു. ഇനി റോഡ് ടോള് അല്ലേ, BOT റോഡ് അതുപോലെ തന്നെ കിഫ്ബിയുടെ റോഡുകളിൽ ടോൾ ഏർപ്പെടുത്താൻ നടത്തുന്നു. അപ്പോൾ പൈസ ഇല്ലെങ്കിൽ ആ മാർഗ്ഗത്തിലൂടെ ജനങ്ങളെ പിഴിയുന്നു. ഇപ്പുറത്തൂടെ വൻതോതിൽ ദൂർത്ത് കാണിക്കുന്നു. അല്ല, ഇതിന് നമുക്ക് യുക്തിപരമായിട്ട് ഒന്നും വ്യാഖ്യാനിക്കാനായിട്ട് കഴിയില്ല. കാരണം പിണറായി വിജയൻ്റെ തലക്കകത്ത് ആരാണ് കയറിയിരിക്കുന്നത്? ഞങ്ങൾ പലപ്പോഴും ഇടതുപക്ഷ പ്രവർത്തിക്കുന്നതായിട്ട് ആളുകളൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നൊരു കാര്യമുണ്ട്. ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന ഒരു വലതുപക്ഷ പിന്തിരിപ്പനാണ് പിണറായി വിജയൻ്റെ തലക്കകത്ത് കയറിയിരിക്കുകയും ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ അയാളെ കൊണ്ട് എടുപ്പിക്കുകയും ചെയ്യുന്നുള്ള രണ്ട് ദുരന്തമാണ് നമ്മളതിനകത്ത് കാണുന്നത്. ഒന്ന്, പിണറായി വിജയൻ എന്ന് പറയുന്നത് ഒരു വട്ടപൂജ്യമാണ്. ആ വട്ടപൂജ്യത്തിനകത്ത് ജോൺ ബ്രിട്ടാസിനെ പോലുള്ള ആളുകൾ കയറിയിരുന്ന് ഇത്തരത്തിൽ തീരുമാനങ്ങൾ എടുപ്പിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഇവനൊക്കെ യാതൊരു നാണമില്ലാതെ നമ്മളോട് എന്ന് പറയുന്നത് ഞങ്ങളാണ് ഇടതുപക്ഷ സർക്കാർ എന്ന് പറയുന്നത്. എന്തായിരിക്കണം ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്? ഏറ്റവും ദരിദ്രരായിട്ടുള്ള മനുഷ്യരെ സഹായിക്കുകയും അവർക്കൊപ്പം നിൽക്കുകയും അവരെ കൂടുതൽ ഉന്നമനത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് നമ്മൾ വിശാലമായിട്ടുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കുന്നത്. അതിന് പകരമായിട്ട് തൻ്റെ ഒപ്പം നിൽക്കുകയും തൻ്റെ കൂടെ നിൽക്കുകയും തൻ്റെ അടുക്കള കാര്യങ്ങൾ ചെയ്യുകയും തൻ്റെ ഉപജാപ സംഘത്തിലെ അംഗങ്ങളായിരിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് ഏറ്റവും മികച്ച രീതിയിൽ ഒരു സർക്കാരിൻ്റെ പണം വാരിക്കോരി കൊടുക്കുക എന്ന് പറയുന്ന കാഴ്ചപ്പാട് മാത്രമുള്ള ഒരു മനുഷ്യനായിട്ട് പിണറായി വിജയൻ മാറിയിരിക്കുന്നു. കേരളം എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഇത്രമാത്രം വെറുക്കുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള ആളുകളെയും ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എന്തിനാണ്? ഇപ്പോൾ അദ്ദേഹം 5-10 മാസം കഴിയുമ്പോഴേക്കും നമ്മളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കാനായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ആ തിരഞ്ഞെടുപ്പിൽ CPM തോൽപ്പിക്കണം എന്ന വാശി പിണറായിക്കുണ്ടോ എന്ന് നമുക്ക് തോന്നുകയാണ് ചെയ്യുന്നത്. കാരണം തനിക്കിനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാനായിട്ടുള്ള അവസരം പാർട്ടി തരാനായിട്ടുള്ള സാധ്യതയില്ല എന്ന് തിരിച്ചറിയുന്നതായിട്ടുള്ള ഒരു മൊരടൻ പിണറായിയുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കുന്ന തരത്തിലേക്കാണോ ഇത്തരത്തിൽ വിവേചനപരമായിട്ടുള്ള തീരുമാനങ്ങൾ വരുന്നത് എന്ന് നമുക്ക് സംശയിക്കാവുന്നതാണ്. ഈ പാർട്ടി തൊലക്കണം. അതേപോലെ തന്നെ ഈ സമൂഹത്തിൽ നിന്ന് CPM എന്ന് പറയുന്നതായിട്ടുള്ള പ്രസ്ഥാനത്തിനെ തുടച്ചു മാറ്റണം. അത്തരത്തിലുള്ള ആഗ്രഹങ്ങളുള്ളവർക്ക് മാത്രമാണ് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കഴിയുള്ളൂ. ഇതിന് പകരമായിട്ട് അദ്ദേഹത്തിന് ഈ PSC അംഗങ്ങളുടെ ശമ്പളം വെട്ടിക്കുറച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മളുടെ ആശാവർക്കർമാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കുക. ജനങ്ങൾ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കും. ഇവൻ ആരാണെന്ന് ഞാൻ ചോദിക്കുന്നത്? ചെത്തുകാരൻ്റെ മകൻ ഇങ്ങനെയൊക്കെ എങ്ങനെ മാറുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അധ്വാനിക്കുന്നു എൻ്റെ തൊഴിലാളി വർഗത്തിൻ്റെയൊക്കെ പാർട്ടിയാണ് CPM. പണ്ട് പോലെ അങ്ങനെ ചിന്തിച്ചു. അതിൻ്റെ നേതാവായിരുന്നു പിണറായി വിജയൻ. അപ്പോൾ പിണറായി വിജയനെ ഇങ്ങനെ മാറ്റി ചിന്തിപ്പിക്കുന്നത് ജോൺ ബ്രിട്ടാസിനെ പോലുള്ള ആളുകളാണെങ്കിൽ അവർക്ക് പാർട്ടിയുമായിട്ട് എന്ത് ബന്ധം? ഇന്ന് വരെ ഒരു സമരത്ത് വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ താഴെ തട്ടുള്ള ജനങ്ങളുമായിട്ട് സമ്പർക്കം പുലർത്തി വന്നിട്ടുണ്ടോ? അപ്പോൾ പിണറായി വിജയനെ പോലുള്ള നേതാക്കളെ മണിയടിച്ചാൽ രാജ്യസഭയിലേക്കോ അല്ലെങ്കിൽ ലോക്സഭയിലേക്കോ പിന്നീട് ഇനി MLA ആയിട്ട് പിന്നീട് മന്ത്രിയാകാനോ ഒക്കെയുള്ള കരുക്കൾ നീക്കുന്ന ഈ വെയിൽ കൊള്ളാത്ത സാധാരണ ജനങ്ങളുമായിട്ട് യാതൊരു സമ്പർക്കവും ഇല്ലാത്ത ആളുകൾ ഈ പിണറായിയെ പോലുള്ള ആളുകളെ വഴിതെറ്റിക്കുകയാണെന്ന് പിണറായിയെ പോലുള്ള ആളുകൾ വഴിതെറ്റിക്കുന്നത്. പിണറായി ഇങ്ങനെ ആകുന്നു എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലേ ശരിക്കും പറയാം. വളരെ കഷ്ടപ്പെട്ട് ദുരിതമനുഭവിച്ചായിട്ടുള്ള ഒരു വീട്ടിൽ നിന്നും വളർന്നു വന്ന ഒരാൾ എങ്ങനെയാണ് ഇവ തോന്നിവാസങ്ങൾ ചെയ്യുക? അതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഒരു 1.5 ലക്ഷം രൂപ ഒരാൾക്ക് എന്തിനാണ് PSC ബോർഡ് തന്നെ പിരിച്ചുവിടാനാണ്. PSC ഒരു ആവശ്യമില്ലാത്തതായിട്ടുള്ള സ്ഥാനമാണ്. അപ്പോൾ ഇവർക്ക് ഇഷ്ടമുള്ളതായിട്ടുള്ള ആളുകൾ ഇവരുടെ മൂഡ് വാങ്ങിയവർക്ക് ശമ്പളം കൊടുക്കാൻ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഈ പ്രതിപക്ഷം എന്തിനാണ് നടക്കുന്നത്? PSC ചെയർമാനെ വഴി തടയട്ടെ അവർ. അതുപോലെ PSC അംഗങ്ങളുടെ വീടിൻ്റെ മുന്നിൽ അവർ വലിയ സമരങ്ങൾ സംഘടിപ്പിക്കട്ടെ. ജനങ്ങൾ തിരിച്ചറിയട്ടെ കഫം തിന്നുന്നവരാണ് ഇവർ. അതാണ് പ്രധാനപ്പെട്ട കാര്യം. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യൻ്റെ വിയർപ്പൊഴുക്കി ഉണ്ടാക്കുന്ന പണം മുഴുവനും അടിച്ചു മാറ്റുന്നതായിട്ടുള്ള തെമ്മാടികളും കൊള്ളക്കാരുമായിട്ടാണ് ഈ PSC അംഗങ്ങളും അതുപോലെ അതിൻ്റെ ചെയർമാനൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നത്. ഇതിനെതിരെയുള്ള സമരമാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ഈ സമയത്ത് നടത്തേണ്ടത്. അല്ലാണ്ട് ഇങ്ങനെ വിലപിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവർ എന്തിനാ? കാരണം എന്ന് വെച്ചാൽ ഇവന് അടുത്തവണ ഇവരുടെ ഭരണം മാറി അവരുടെ ഭരണം വരുന്ന സമയത്ത് ഇവൻ്റെ സന്തത സഹചാരികളെയും ഉപജാപ സംഘത്തെയും സ്വന്തക്കാരെയും ഒക്കെ തിരികെ കയറ്റി ഇതേപോലെ കാശ് കൊടുത്തവരെ നല്ല രീതിയിൽ ഊട്ടാൻ കഴിയും. അതിനുവേണ്ടി ഇവൻ കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ കൂടുതൽ എന്താണ് ഇതിന് സംഭവിക്കുന്നത്? ഇവരെല്ലാവരും കള്ളക്കച്ചവടക്കാരാണ്. അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നു, കൊള്ളയടിക്കുന്നു, ജനങ്ങളെ കൊള്ളയടിക്കുന്ന രാഷ്ട്രീയ ജീവികൾ. അതാണ് ഇവർ ആയിക്കഴിഞ്ഞിരിക്കുന്നത്. അത് അപ്പുറത്തായാലും ഇപ്പുറത്തായാലും നമ്മൾ നോക്കിയാൽ കാണുന്നത് അതുതന്നെയാണ്. അതാണ് പ്രശ്നം. അപ്പോൾ എന്തായാലും ഈ PSCയുടെ ഇത്രയും ചെയർമാൻ അടക്കമുള്ള ഇത്രയും ആളുകൾക്ക് ശമ്പളം വർദ്ധിപ്പിക്കുന്നു, ധനമന്ത്രിയുടെ ഈ പൈസ ഇല്ലെന്ന് പറയുന്നു. ഇത്രയൊക്കെ പ്രവൃത്തി ചെയ്താൽ ഇനി പാർട്ടി പ്രവർത്തകർ പരസ്യമായിട്ട് രംഗത്ത് വരണ്ടേ? അല്ല, പാർട്ടി എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പോൾ കേരളത്തിലില്ല. CPM എന്ന് പറയുന്ന ഒരു പാർട്ടി ഇല്ല. CPM എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് ആ പാർട്ടി ഉപയോഗിച്ചുകൊണ്ട് ഉപജീവനം നടത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നതായിട്ടുള്ള ആളുകളുടെ കൂട്ടം മാത്രമാണല്ലോ.
അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ തോന്നിവാസ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിനെ എതിർക്കാനായിട്ട് പാർട്ടിയിൽ നിന്ന് ഒരു ശബ്ദം പോലും വരാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്. അപ്പോൾ സമൂഹം ഇപ്പോൾ അതിശക്തമായിട്ട് ആഞ്ഞടിക്കുക, തിരഞ്ഞെടുപ്പിൽ ഇവരെ എല്ലാ രീതിയിലും അടിച്ച് തോൽപ്പിക്കുക, ഓടിക്കുക എന്നുള്ളത് മാത്രമാണ് ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതായിട്ടുള്ളൊരു കാര്യം. ആശാവർക്കർമാരുടെ സമരത്തിന് എല്ലാവിധമായ സഹായവും ചെയ്യുക ഈ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഇനി ഈ പാർട്ടി പ്രവർത്തകർ പ്രതീക്ഷിക്കുകയും ചെയ്യല്ലോ, ഈ ബ്രിട്ടാസിനെ പോലെയുള്ളവരുടെ ബ്രിട്ടാസിനെ പോലുള്ള ആളുകളെയാണ് ഓടിച്ചിട്ട് അടിക്കേണ്ടത്. ശരിക്കും അവനെ ഓടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.